ആകാശത്തെ സ്പീഡില് കുറച്ചുകൂടി കുതന്ത്രങ്ങൾ ഒപ്പിച്ചു വെച്ചതിനുള്ള ശിക്ഷ കിട്ടണമെങ്കിൽ ചാരു ഇപ്പൊ ജയിക്കാൻ പാടില്ല. ചാരുവിന് ഒരു അപകടവും ഉണ്ടാവാനും പാടില്ല. നോക്കാം. അവള് കയറിയ അപ്പ പൊട്ടുമെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കുന്നില്ലല്ലോടാ. പരാജയപ്പെട്ടു. ഇനി അടുത്ത ടീം അതന്നെ. അടുത്താരാ? അശ്വതിയാണോ? ഇനി അശ്വതി അശ്വതി വാ. പോട്ടെ പോട്ടെ പോട്ടെ. മതി, ഇനി അടുത്ത് ശ്രേയമോള് കയറട്ടെ. ഞങ്ങൾ കടിക്ക് വേണം. അല്ല, ആസിഡ് എന്ന് പറഞ്ഞത് ഈ പച്ചവെള്ളമാണോടാ കയറിൽ ഒഴിച്ചത്? അല്ലല്ല, ആ പേപ്പർ കരിഞ്ഞത് മുത്തശ്ശിയും കണ്ടതല്ലേ? ആസിഡ് കയറിൽ എഫക്ട് ചെയ്യില്ലെന്നാ തോന്നുന്നത്. സംഗതി നിന്റെ തന്ത്രം പാളിയിടാൻ വരുമോനെ. അരവിന്ദേ, മതി മതി നിർത്ത്. ശ്രേയമോക്ക് പേടിയാവുന്നുണ്ട്. അയ്യോ മേഡം പേടിച്ചോ? എടുക്കണോ? കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നുകൂടെ കയറുമ്പോളെ അടുത്ത റൗണ്ടിലാവട്ടെ. അതെ, ആരും ജയിച്ചില്ലെങ്കിലേ മുന്തിരിക്കൊലേ കൂടുതൽ അടുത്തോട്ട് കെട്ടേണ്ടി വരും. അടുത്ത ടീം കിരണും അഞ്ജനയും ഭദ്രയാണ്. ആരാ ഊഞ്ഞാലിക്കാരുന്നേ? അല്ല, കിരണേ വാ, വന്ന് ഊഞ്ഞാലി കയറ്. ഭദ്രക്കുട്ടി കയറട്ടെ, കാട്ടിക്കൊടുക്കാമല്ലോ. അയ്യോ കിരണേ, അത് വേണ്ട. അവള് കുഞ്ഞല്ലേ, അവളെ കൂടെ മത്സരിപ്പിച്ചെന്നേ ഉള്ളൂ. കിരൺ കയറ്. എന്തായാലും കയറ് പൊട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ മത്സരിച്ച് ജയിക്കാനെങ്കിലും നോക്ക്. കിരണേ വാ, വന്നിരിക്കേ. അങ്ങനെ ഈ മത്സരത്തിൽ എന്റെ പേരക്കുട്ടി ഇറങ്ങാൻ പോവുക. 1000 പറ പരാജയപ്പെട്ടെടുത്ത് ദ്രൗപദി അമ്മയുടെ കുടുംബം ജയിക്കാൻ പോവുക. കേറടാ അങ്ങോട്ട്, കേറിയിരിക്കടാ മോനെ. എടാ, ജയിച്ചിട്ട് വാ. ജയിക്കണം. ജയിച്ചിട്ട് ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. കേറാം, കേറടാ. ഞാനും കൂടെ ആട്ടിത്തരാം. ചെയ്തോ. അയ്യോ
കടിച്ചെടുക്കടാ, മുന്തിരിങ്ങ കടിച്ചെടുക്കടാ. ആ ആ നല്ല ആയത്തിലാട്ടടാ. കിരണേ എന്റെ നടുവേ. അയ്യോ അയ്യോ മോനെ കിരണേ. അയ്യോ എന്തെങ്കിലും പറ്റിയോ? അയ്യോ എന്റെ നടുവ്. പിടിച്ചെടുപ്പിക്കേ. അയ്യോ കുഴപ്പമൊന്നുമില്ലല്ലോ. നടുവ് ചെറുതായിട്ടൊന്ന് പിടിച്ചു തോന്നുന്നു. ആ, അയ്യോ അയ്യോ ഇതെന്ത് പറ്റി ഗോവിന്ദ? കയറെങ്ങനെ പൊട്ടിയത്? അയ്യോ അറിയില്ല ബാല, ഞാൻ നല്ല ബലത്തിൽ കെട്ടിയതാ. അമ്മേ. നല്ല വീഴ്ച വീണത്. എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്ത്. എടാ, നടക്കാൻ പറ്റുമോ നിനക്ക്? ഞങ്ങൾ പിടിക്കാം. വാ കിരണേ, കുറച്ചു ഞങ്ങൾ പിടിക്കാം. പിടിക്ക്. പയ്യെ. അയ്യോ നന്നായി. കേറ്. വണ്ടിയുണ്ട് കേട്ടോ, സൂക്ഷിച്ച്. അയ്യോ നേരെ നേരെ. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴണം. അതാണ് പ്രകൃതി നിയമം. വീണില്ലെങ്കിൽ ഞാൻ വീഴ്ത്തും. പതുക്കെ. അയ്യോ നിന്റെ നടുവ്. അയ്യോ പതുക്കെ പതുക്കെ. മോനെ പതുക്കെ അങ്ങ് കട്ടിലേക്ക് കിടത്തിക്കും. ഏയ് കിടക്കൊന്നും വേണ്ട. എടാ, കുറച്ചു നേരത്തേക്ക് നീ ഒന്ന് നിവർന്ന് കിടക്ക്. വല്ല പിടുത്തം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. വേണമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. അമ്മാതിരി വീഴ്ചയല്ലേ വീണത്. ചിലപ്പോ നട്ടല് പൊട്ടി കാണും. നിന്നെ ഇപ്പൊ ആരും ഇങ്ങോട്ട് വിളിച്ചേ? ഇന്ന് പോടി അവിടുന്ന്. അത് ശരി, പിടിച്ചോണ്ട് കിടത്താൻ ഞാൻ വേണമായിരുന്നു. ഇപ്പൊ ഇറങ്ങി പൊടിയെന്ന്. വെറുതെ അല്ലടാ നീ ഊഞ്ഞാലിന്ന് വീണത്.